ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പാർട്ട് 2. ഓക്കെ. നായർ പട്ടാള ലഹള. ഓക്കെ. 1804 നായർ പട്ടാള ലഹള നടന്നിട്ടുള്ളത്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ, ആ സമയത്ത് ദിവാനായിരുന്നു, വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യത്തെ കുറച്ചു. ഇതാണ് നായർ പട്ടാള ലഹള ഉണ്ടാവാൻ കാരണം. ഓക്കെ. അപ്പോൾ വർഷം ഇമ്പോർട്ടന്റ് ആണ്. നായർ പട്ടാള ലഹള നടന്ന വർഷം എന്ന് പറയുന്നത് 1804 ഓക്കെ. അപ്പൊ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് നായർ എന്ന് പറയുമ്പോൾ ഞാൻ നായയായിട്ടാണ് എടുത്തത് കേട്ടോ. ഒരു നായക്ക് 4 കാലുകളാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 4 കാലുകൾ 1804 എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നായർ പട്ടാള ലഹള നടന്ന വർഷം 1804 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ആ സമയത്ത് പട്ടാളത്തിന്റെ ആനുകൂല്യത്തെ കുറച്ചു. ഇതാണ് ഈ നായർ പട്ടാള ലഹള ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഓക്കെ. നെക്സ്റ്റ്, കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 നടന്നത്. 1809 ജനുവരി 11. അപ്പോൾ കുണ്ടറ വിളംബരം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു വിളംബരമാണ്. വിളംബരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരിക്കില്ല. അപ്പൊ വലിയതാണെന്നുള്ള രീതിയിൽ 9 കണക്ട് ചെയ്യാം. 1809. അതുപോലെ ഈ വിളംബരമൊക്കെ ചെയ്യുന്ന സമയത്ത് ആര് കേൾക്കാനാണ്? ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലേ, ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വിളംബരമൊക്കെ ഉണ്ടാകുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് കേൾപ്പിക്കാൻ അല്ലെ. അപ്പൊ ജനങ്ങൾ ജനുവരിയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ജനുവരി, ജനങ്ങൾക്ക് വരിയായിട്ട് നിന്നിട്ട് വിളംബരം കേൾക്കുന്നില്ല രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ജനുവരി, ഈ വരിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്നിന്റെ പിറകെ ഒന്ന് ഓരോരാളായിട്ടാണ് നിൽക്കുക. ഈ 11 പോലെയാണ് നിൽക്കാന്നുള്ള രീതിയിലും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം. കുണ്ടറ വിളംബരം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ 9 കണക്ട് ചെയ്യുക. 1809 ജനങ്ങളാണ് ഈ വിളംബരങ്ങളൊക്കെ കേൾക്കുന്നത്. ജനുവരി, ഒന്നിന് പുറകെ ഒന്നായിട്ട് 11 എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുക എന്നുള്ള രീതിയിലൊന്നും ഓർത്ത് വയ്ക്കുക. 11 കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിളംബരമാണ് എന്ത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. ഇത് എവിടെയാണ് സ്ഥലം? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നടത്തിയത്. ഇളമ്പള്ളൂർ ക്ഷേത്രം. ഓക്കെ. ഈ വർഷം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1809 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ജനുവരി 11. ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നായർ പട്ടാള ലഹള പഠിച്ചു. നായക്ക് 4 കാലം ഉണ്ടാവുക. 1804 തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചതാണ് നായർ പട്ടാള ലഹളയ്ക്ക് കാരണമെന്ന് മനസ്സിലായി. രണ്ടാമത്തേത് കുണ്ടറ വിളംബരമാണ്. 9 അല്ലെ, 1809 ജനങ്ങൾക്ക് വേണ്ടി ജനുവരി 11 പറഞ്ഞു. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. എവിടെയാണ് നടന്നത്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. നെക്സ്റ്റ്, കുറിച്യർ കലാപമാണ് പറയുന്നത്. കുറിച്യർ കലാപം 1812 വയനാട്ടിലാണ് കുറിച്യർ കലാപം നടന്നത്. വയനാട്ടിൽ. ഓക്കെ. നമ്മൾ ഈ കുറിച്യർ എന്ന് പറയുമ്പോൾ ഞാൻ കുറിയാണ് എടുത്തത്. നമ്മൾ കുറിയൊക്കെ തൊടുമ്പോൾ ആദ്യം ഒരു കുറി, അതിന്റെ ഉള്ളിലൊരു കുത്തുമൊക്കെ വെക്കലുണ്ട് അല്ലെ. അപ്പൊ 2 കുറി വെക്കുന്നില്ല രീതിയിൽ 2 കണക്ട് ചെയ്യുക. 1812 വയനാട്ടിലാണ് രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. വയനാട്ടിലാണ് കുറിച്യർ കലാപം നടന്ന സ്ഥലം വയനാടാണ്. വർഷം എത്രയാണ്? 1812. നെക്സ്റ്റ്, കാരണം എന്താണ്? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപത്തിന് കാരണം. വർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ എന്താക്കി? നികുതി ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് എന്തുണ്ടായത്? കുറിച്യർ കലാപം 1812 വയനാട്ടിൽ രൂപം കൊണ്ടത്.
നികുതി പിരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. അതെങ്ങനെ കണക്ട് ചെയ്യാം? കുറിച്യർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഗോത്രവർഗ്ഗക്കാരാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ വർഗ്ഗക്കാരൊക്കെ ഓരോ വാർഡായിട്ട് തരംതിരിച്ചു എന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാർഡൻ എന്നൊക്കെ രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. നികുതി പിരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. നെക്സ്റ്റ് എന്താണ്? നേതാവ് രാമൻ നമ്പിയാണ്. നേതാവ് ആരാണ്? രാമൻ നമ്പി. ഓക്കെ, അപ്പൊ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ കുറിയൊക്കെ ഇട്ട് വരുന്നവർ നമ്പാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. കുളിക്കാതെ കുറിയൊക്കെ തൊട്ട് വരുന്ന കുറെ കൂട്ടുകാരുണ്ടാവില്ല നമുക്കൊക്കെ. അപ്പോൾ ചുമ്മാ ഒന്ന് ഒരു തമാശക്കൊന്ന് ആലോചിച്ച് വെക്കുക. നേതാവ് എന്ന് പറയുന്നത് രാമൻ നമ്പിയാണ്, കുറിച്യർ കലാപത്തിന്റെ നേതാവ്. അപ്പൊ കുറിയൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു നമ്പി എന്നുള്ള രീതിയിൽ, നമ്പാൻ പാടില്ല എന്ന രീതിയിൽ ഒന്ന് നമ്പി, രാമൻ നമ്പി, നേതാവ് രാമൻ നമ്പി. ഓക്കെ, അല്ലെങ്കിൽ കുറിയൊക്കെ ഇട്ട് വരുന്ന രാമൻ, നമ്മുടെ രാമനല്ല ദൈവം. അപ്പൊ ആ ഒരു രീതിയിലൊന്നും ആലോചിച്ച് വെക്കാൻ മതി. കുറിയൊക്കെ ഇട്ട് വരുന്ന രാമൻ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. നേതാവാണ് രാമൻ നമ്പി. നെക്സ്റ്റ് മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഗോത്രവർഗ്ഗക്കാരല്ല, അപ്പൊ അത്ര വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ തൊപ്പി, വട്ടത്തൊപ്പി എന്നുള്ള രീതിയിലാണ് പറയാനുള്ള രീതിയിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് അവരുടെ മുദ്രാവാക്യം. ഓക്കെ, നെക്സ്റ്റ് കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരാണ്? കുമാരൻ വയലേരി. കുറിച്യരൊക്കെ ജീവിക്കുന്നത്, അവരുടെ സംസ്കാരവും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് വയലുമായിട്ട് ബന്ധപ്പെട്ടാണ്, കൃഷി ചെയ്യുന്നവരാണെന്നൊക്കെ എന്ന രീതിയിലൊന്നും ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരാണ്? കുമാരൻ വയലേരി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് പറഞ്ഞതാരാണ്? ബേബറാണ്, TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കാരണം അത്രക്കും ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു കുറിച്യർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാരുടേത്. രണ്ട് കുറിയാനുണ്ട്. 1712 വയനാട്ടിലാണ് നടന്നത്. ഗോത്രവർഗ്ഗക്കാരായി കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപം നടത്താനുള്ള പ്രധാന കാരണം. നികുതി പിരിച്ചത് വാർഡായിട്ടാണെന്ന് പറഞ്ഞിട്ടില്ലേ? തോമസ് വാർഡൻ. നേതാവ് ആരാണ്? കുറിയൊക്കെ ഇട്ട് വരുന്ന നേതാവ് രാമൻ നമ്പി. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് പറഞ്ഞത് TH ബേബർ. ഓക്കെ, നെക്സ്റ്റ് മലബാർ കലാപമാണ് പറയുന്നത്. മലബാർ കലാപത്തിന്റെ മറ്റൊരു പേരാണ് മാപ്പിള കലാപം. എപ്പോഴാണ് നടന്നത്? 1921. മലബാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഒക്കെ നമുക്ക് ഓർത്തൂടെ? അപ്പൊ ഒറ്റ മലബാറിലേ ഉള്ളൂ. അപ്പൊ ഒറ്റൊരു മലബാറേ ഉള്ളൂ എന്നുള്ള രീതിയിൽ 1921 മലബാർ കലാപം നടന്നത് എന്ന രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടമാണ് മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ഒരു പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്ന ഒരു കലാപമുണ്ട്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഒരു വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ട് കലാപം ഉണ്ടായത്. 1921 പൂക്കോട്ടൂർ കലാപം ഉണ്ടായത്. അതായത് ഈ മലബാർ കലാപത്തിന്റെ തൊട്ട് മുന്നേ. ഓക്കെ, എന്താ പറഞ്ഞത്? മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടായത് 1921 ഓഗസ്റ്റ് 20. ഓക്കെ, നെക്സ്റ്റ് മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലബാർ കലക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് വില്യം ലോഗൻ. എന്താണ് മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം? ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ കലക്ടറാണ് വില്യം ലോഗൻ. ഓക്കെ, അപ്പൊ ഞാനിത് മാപ്പിള കലാപമായിട്ട് കണക്ട് ചെയ്തത്. മാപ്പിള എന്നൊക്കെ പറയുമ്പോൾ മാപ്പിള ലഹള, ലോഗൻ, ലീഗ് നോക്കിയ രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒന്ന് ചുമ്മാ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ വില്യം ലോഗനാണ് ഈ ഡയലോഗ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഒരു അങ്ങാടി, തിരൂരങ്ങാടിയാണ്.
ഓക്കെ, ഒന്നുകൂടി വായിക്കാം. മലബാർ കലാപമാണ് പറഞ്ഞത്. മാപ്പിള കലാപം എന്നറിയപ്പെടുന്നുണ്ട്. ഒറ്റൊരു മലബാർ മാത്രമേ ഉള്ളൂ. 1921 നടന്നത്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ്. കാരണം എന്താണ്? പൂക്കോട്ടൂർ കലാപം. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരുവരങ്ങാടിയാണ്. നെക്സ്റ്റ്, നേതാക്കൾ. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് മാപ്പിള കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ. 3 പേരും ഇമ്പോർട്ടന്റ് ആണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ. താൽക്കാലികമായ വിജയത്തിന് ശേഷം ഭരണാധിപൻ ആയി അവരോധിക്കപ്പെട്ടതാരാണ്? അലി മുസ്ലിയാർ. മുസ്ലിയാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു വ്യക്തിയല്ലേ. അപ്പൊ അദ്ദേഹത്തെയാണ് ആദ്യത്തെ താൽക്കാലികമായ വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിച്ചത് ആരെയാണ്? മുസ്ലിയാറിനെയാണ്, അലി മുസ്ലിയാർ. നെക്സ്റ്റ്, ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തി. ഓക്കെ, സ്വന്തമായിട്ട് പറഞ്ഞൊരു വ്യക്തി, സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഒറ്റക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യല്ലേ. അതുപോലെ ഒറ്റക്ക് സംസാരിക്കുന്ന, ഒറ്റക്ക് സ്വന്തം പുകഴ്ത്തി പറയുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന രീതിയിൽ ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം? ഹിന്ദുക്കളുടെ രാജാവ്, ഹിന്ദുക്കളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നെക്സ്റ്റ്, വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനോലി. വധിക്കപ്പെട്ട എന്താണ്? ഈ ഒരു സമയത്ത്, ഈ കലാപ സമയത്ത് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനോലി. ഓക്കെ, വധിക്കപ്പെട്ട, കൊനോലി എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഭടൻ, അദ്ദേഹത്തിന്റെ പേരാണ് വക്കം അബ്ദുൽ ഖാദർ. ഈ ഇടയ്ക്ക് നടന്നിട്ടുള്ള ഒരു എക്സാമിൽ ചോദിച്ചതാണ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, നെക്സ്റ്റ്, മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയതാണ് TL സ്ട്രേഞ്ച് ആണ്. ഓക്കെ, മലബാർ കലാപം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. TL സ്ട്രേഞ്ച്. നെക്സ്റ്റ്, മലബാർ കുടിയായ്മ നിയമം വന്നത് 1929. ഓക്കെ, മലബാർ കുടിയായ്മ നിയമം വന്നത് എപ്പോഴാണ്? 1929. അപ്പൊ ഞാനിത് ആലോചിച്ചിട്ടുള്ളത് മലബാർ കുടിയായ്മ നിയമം അല്ലേ. മലബാർ എന്ന് പറയുമ്പോൾ ഞാൻ മലയാണ് എടുത്തത്. ഒരു വലിയ മല, ആ മലേന്റെ താഴെ ഒരു കുടിയുണ്ട്. കുടി എന്ന് പറയുമ്പോൾ വീട്, 2 വീടുണ്ട് എന്നുള്ള രീതിയിൽ രണ്ടുമായിട്ട് കണക്ട് ചെയ്തു. 1929 രണ്ട് വീട്. അപ്പൊ ഈ വലിയൊരു മല എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണല്ലോ. അത് 9ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 29 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. മലബാർ കുടിയായ്മ നിയമം വന്നത് 1929. മല എടുത്തു, അല്ലെ, മലയുടെ താഴെ 2 കുടിയുണ്ട്. അപ്പൊ 2 കുടി, 2 പിന്നെ വലിയ മലയാണെന്നുള്ള രീതിയിൽ 29. ഓക്കെ, എന്താണ് പറഞ്ഞത്? നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ. താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടതാരാണ്? അലി മുസ്ലിയാർ ആണ്. ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കൊനോലി ആണ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ള, വധശിക്ഷ നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആണ് വക്കം അബ്ദുൽ ഖാദർ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച വ്യക്തിയാണ് TL സ്ട്രേഞ്ച്. മലബാർ കുടിയായ്മ നിയമം പറഞ്ഞു 1929. നെക്സ്റ്റ്, കുറച്ച് പുസ്തകങ്ങളാണ് പറയുന്നത്. ദുരവസ്ഥ എന്ന ബുക്ക് എഴുതിയത് കുമാരനാശനാണ്.
ദുരവസ്ഥ എഴുതിയതാരാണ്? കുമാരനാശൻ. ഇപ്പൊ ഞാൻ പറയുന്ന കൃതികളൊക്കെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ദുരവസ്ഥ എഴുതിയത് കുമാരനാശനാണ്. നമുക്കറിയാം ദുരവസ്ഥ കുമാരനാശൻ. സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ഉറൂബാണ്. സുന്ദരി സുന്ദരന്മാരായിട്ടുള്ള കുറെ ഉറുമ്പുകൾ ഇങ്ങനെ വരി വരിക്ക് പോകുന്നൊക്കെ മനസ്സിൽ കാണാം. സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ഉറൂബാണ്. മലബാർ കലാപത്തെ കുറിച്ച് മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയതാരാണ്? കെ മാധവൻ നായർ. മലബാർ കലാപം മലബാർ കലാപം മാധവൻ നായർ. രണ്ടും ഒരേ അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. കെ മാധവൻ നായർ. നെക്സ്റ്റ് ഖിലാഫത്ത് സ്മരണകൾ എന്ന ബുക്ക് എഴുതിയത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. സ്മരണകൾ ഈ സ്മരണം എന്നുള്ളത് ഞാൻ മരണം എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പൊ മരണം ഒക്കെ ആയിട്ട് നമ്മൾ നമ്പൂതിരിമാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും അല്ലെ, ചടങ്ങുകളൊക്കെ ചെയ്യൂല. അപ്പൊ ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ട് വരുന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബ്രഹ്മദത്തൻ നമ്പൂതിരി വരുന്നില്ല രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഖിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. 1921 ഫിലിം അല്ലെ, 1921 എന്ന് പറയുന്ന ഒരു ഫിലിം മലബാർ കലാപത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഫിലിമാണ് 1921. അപ്പൊ അത് സംവിധാനം ചെയ്തത് IV ശശിയാണ്. IV ശശി സംവിധാനം ചെയ്ത മലബാർ കലാപത്തെ കുറിച്ചുള്ള ഫിലിമാണ് 1921. നെക്സ്റ്റ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ ആണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? വില്യം ലോഗൻ. ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് മനുവിന്റെ ലോകം എന്നുള്ള രീതിയിലാണ് കേട്ടോ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥമാണ് പറഞ്ഞല്ലേ. മലബാർ മാനുവൽ എന്ന് പറയുമ്പോൾ ഞാൻ മനുവായിട്ടാണ് എടുത്തത്. അപ്പൊ മനുവിന്റെ ലോകം എന്നുള്ള രീതിയിൽ ലോകനുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് മാപ്പിളയും ലീഗും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മാപ്പിള ലീഗ് ലോഗൻ വില്യം ലോഗൻ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട ഒരു വനിതയുണ്ട്, കമ്മത്ത് ചിന്നമ്മ. അപ്പോ ഈ പേര് ഇമ്പോർട്ടന്റ് ആണ്. വനിതകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് പേരൊക്കെ തരുന്ന സമയത്ത് നമുക്ക് ഇനി ഒരുപാട് തിരുവിതാംകൂറിലെയും കൊച്ചിലെയും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. ഇപ്പൊ നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ മേലെ മലബാർ, നടുക്ക് കൊച്ചി, അതിന് ശേഷമാണ് തിരുവിതാംകൂർ വരുന്നത് അല്ലേ. അപ്പൊ മേലെയാണ് മലബാർ. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് മലബാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മലബാർ കലാപത്തില് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട വനിത. മലബാർ മുകളിലാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ കമ്മത്ത് ചിന്നമ്മ എന്ന് പറയുമ്പോൾ കമ്മൽ എടുക്കാലോ. കമ്മൽ നമ്മൾ എവിടെയാണ്? ചെവിയിലാണ് തൂക്കുന്നത് അല്ലെ. ചെവി എന്ന് പറയുമ്പോൾ മുകളില്. ഇപ്പൊ മലബാറും മുകളിലാണ്, നമ്മുടെ ചെവി കമ്മലും മുകളിലാണുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കമ്മത്ത്. അപ്പൊ കമ്മലൊക്കെ ആവുമ്പോ മുകളിലാണ്. അപ്പൊ മുകളിലുള്ള മലബാറിലാണ് ആരുള്ളത്? ശക്തമായിട്ട് നേരിട്ട വനിത കമ്മത്ത് ചിന്നമ്മ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അപ്പൊ മലബാർ നമ്മുടെ കേരളത്തിന്റെ മുകൾ ഭാഗത്താണ്, വടക്ക് ഭാഗത്താണ്. അതുപോലെ കമ്മത്ത് ചിന്നമ്മയിൽ കമ്മത്ത് അല്ലെ, കമ്മലാണ് എടുത്തിട്ടുള്ളത്. കമ്മലൊക്കെ നമ്മൾ ഇടുന്നത് മുകൾ ഭാഗത്താണ് അല്ലെ. കമ്മത്ത് ചെവിയിലാണ് ഇടുന്നത്. കമ്മത്ത് ചിന്നമ്മ. ഓക്കെ. നെക്സ്റ്റ് ഈ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയത് എവിടേക്കാണ്? ആൻഡമാൻ നിക്കോബാറിൽ ബോട്ടണി ബേ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയ സ്ഥലങ്ങളാണ്. ഒന്ന് ആൻഡമാൻ നിക്കോബാർ, പിന്നെ ഓസ്ട്രേലിയ ബോട്ടണി ബേ. ഓക്കെ. എന്തൊക്കെയാണ് കൃതികൾ പറഞ്ഞത്? ദുരവസ്ഥ എന്ന പുസ്തകം എഴുതിയത് കുമാരനാശൻ. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. മലബാർ കലാപം മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. 1921 എന്ന സിനിമ IV ശശി സംവിധാനം ചെയ്തതാണ്. നെക്സ്റ്റ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട വനിത കമ്മൽ പറഞ്ഞല്ലേ, കമ്മത്ത് ചിന്നമ്മ. പങ്കെടുത്തവരെ നാട് കടത്തിയത് ആൻഡമാനിലും ബോട്ടണി ബേയിലും.
ഓക്കെ, നെക്സ്റ്റ് പറയാം വാഗൺ ട്രാജഡി. ലാസ്റ്റ് പോയിന്റ് ആണ്, ലാസ്റ്റ് പേജ് ആണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 നടന്നത്. ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. വർഷം നോക്കുക, 1921 തന്നെയാണ് നടന്നത് വാഗൺ ട്രാജഡി. 1921. ഈ വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞ ട്രാജഡി ഒറ്റൊന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒന്നുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. 1921 മലബാർ കലാപവുമായി ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് എന്ത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. കുപ്രസിദ്ധ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. 72 പേരാണ് അതിൽ മരിച്ചത്. നമ്പർ ഒന്നും നോക്കി വെക്കേണ്ട, ജസ്റ്റ് കൊടുത്തുവെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ആണ് അല്ലേ. അപ്പൊ ആ ട്രെയിൻ എന്താണ്, തിരൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന ട്രെയിൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിന് നേതൃത്വം നൽകിയത് ഹിച്ച്കോക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ഹിച്ച്കോക്ക് പേര് ഇമ്പോർട്ടന്റ് ആണ്. ഈ മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരില്ലേ, അപ്പൊ ആ അറസ്റ്റ് ചെയ്ത കലാപകാരികളെ ഗൂഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി 90 പേരെയാണ് അവർ കൊണ്ടുപോകുന്നത്. അതിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയപ്പെടുന്നത്. ഇത് SCERT ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഏകദേശം 72ഓളം ആൾക്കാരാണ് മരണപ്പെട്ടത് എന്നാണ് നമ്മൾ പറയുന്നത്, കണക്ക് പ്രകാരം പറയുന്നത്. ഓക്കെ, എവിടുന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഹിച്ച്കോക്ക്. അപ്പോൾ ഈ വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിന്റെ ഒരു എന്താ പറയുക, വായു കയറാനുള്ള ഒരു ദ്വാരം പോലും ഇല്ലാത്ത ഒരു പിന്നെ സാധനങ്ങൾ വെക്കുന്ന ഒരു കോച്ചിലാണ് ഇവരെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ബ്രിട്ടീഷുകാരനെല്ലാരും എന്താണ് ഒരു ഹിച്ച്കോക്ക് ഒരു ഇങ്ങനെ എടുത്തെറിയുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്തത്. ഹിച്ച്കോക്ക്, ഈ കോക്കൊക്കെ നമ്മൾ ഷട്ടിലോണ്ട് അങ്ങനെ എറിയാറില്ലേ, തട്ടാറില്ല, അതുപോലെ തട്ടി ഉള്ളിലേക്ക് കയറ്റി എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കോക്ക് അല്ലെ, ഹിച്ച്കോക്ക് എന്നുള്ള പേര് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഹിച്ച്കോക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഹിച്ച്കോക്ക് ഒക്കെ ഒരു പിച്ചൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഒരു ഹിച്ചൊക്കെ കൊടുത്തിട്ടാണ്, ഒരു കിക്കൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു വാഗണിലേക്ക് തള്ളിക്കയറ്റിയത് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. കിക്ക്, ഓക്കെ, ഹിച്ച്കോക്ക് എന്നുള്ള പേര് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ആണ് പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. കമ്മീഷൻ, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. അവസാനം മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. നേപ്പ്, മാപ്പ്. ഓക്കെ, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ട്രെയിനാണ് വരുന്നത് അല്ലെ, ട്രെയിൻ, ഇരുട്ട് റൂമും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ മാപ്പ് വെച്ചിട്ടാണ് പോവാന്നുള്ള രീതിയിൽ മാപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നേപ്പ്, മാപ്പ്. ഓക്കെ, കമ്മീഷൻ, നേപ്പ് കമ്മീഷൻ. നെക്സ്റ്റ്, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് പറഞ്ഞത് സുമിത് സർക്കാരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ, വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ. ഓക്കെ, നെക്സ്റ്റ്, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡിയുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരിലാണ്, മലബാറില്. ഓക്കെ, നെക്സ്റ്റ് സെപ്പറേറ്റ് പോയിന്റ് ആണ് പറയുന്നത്. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് TN സ്ട്രേഞ്ച് കമ്മീഷൻ. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TN സ്ട്രേഞ്ച് കമ്മീഷൻ ആണ്. അതുപോലെ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ നമുക്ക് വാഗൺ അല്ലെ, ഒരു വണ്ടിയാണ് ഓർമ്മ വരുന്നത്, തീവണ്ടി. അപ്പൊ തീവണ്ടിയിലെ മാപ്പ് വെച്ച് നമ്മൾ പോകുന്നു പറഞ്ഞു അല്ലെ, മാപ്പ്, നേപ്പ് കമ്മീഷനുമായിട്ട് കണക്ട് ചെയ്യുക. മലബാർ TN സ്ട്രേഞ്ച്, മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് സ്ട്രേഞ്ച് കമ്മീഷൻ ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. സ്ട്രേഞ്ച് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. കണക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.